The projections of a straight line AB measures 80 mm in top view and 70 mm in front view. The midpoint of the line is 45 mm in front of EP and 35 mm above HP. A is 10 mm in front of EP and nearer to it. The other end B is nearer to HP. Draw the projections of the line. Find the true length and true inclination. ഒരു പ്രീവിയസ് ഇയർ KTU ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഗിവൺ ഡാറ്റാസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് ഒന്നുകൂടെ നോക്കുക. ടോപ്പ് വ്യൂയുടെ ലെങ്ത് 80, ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത് 70, M dash 35 mm below above XY line, M 45 mm below XY line, A top view 10 mm below XY line, front view അറിയില്ല. A നിയറർ ടു വി പി ആണ് തന്നിട്ടുണ്ട്, ബി നിയറർ ടു HP ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലൈനിൻ്റെ പ്രൊജക്ഷൻ എങ്ങനെ ചെയ്യും എന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിനു വേണ്ടി ഒരു ലൈൻ കൺസിഡർ ചെയ്യാം. ഒരു ലൈൻ കൺസിഡർ ചെയ്യാണ്. ഇനി HP VPക്ക് വേണ്ടി ഒരു ക്വാഡ്രന്റ് എടുക്കാം. എന്താ തന്നിരിക്കുന്നത്? ലൈനിൻ്റെ മിഡ് പോയിന്റിന്റെ പൊസിഷൻ തന്നു, എയുടെ പൊസിഷൻ. ഓക്കെ, പിന്നെയോ ടോപ്പ് വ്യൂയുടെയും ഫ്രണ്ട് വ്യൂയുടെയും ലെങ്ത് തന്നു. അപ്പോൾ നമുക്ക് എന്ത് വരയ്ക്കണം? ഇത് വരയ്ക്കണം. അപ്പോൾ നമുക്ക് ഗിവൺ ഡാറ്റാസ് ആദ്യം പ്ലോട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇതിലേക്കൊക്കെ പോവാം. അതിനാണ് ഗിവൺ ഡാറ്റ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആൻസർ കീയിൽ ഒരു 7 to 8 മാർക്കുള്ള ഗിവൺ ഡാറ്റാസിനുണ്ട്. കാരണം അത്രയും ഡാറ്റാസ് തന്നിട്ടുണ്ട്. അതൊക്കെ നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് തിൻ ലൈൻ യൂസ് ചെയ്ത് റഫറൻസ് ലൈൻ വരയ്ക്കുക. ഞാനിവിടെ ഈ ഗ്രീൻ ആണ് തിൻ ലൈനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. XY വരയ്ക്കുന്നു. ഞാൻ പിന്നീട് എഴുതുന്നുള്ളൂ, കാരണം എത്ര എക്സ്റ്റെൻഡ് ചെയ്യണം പറ്റുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. തന്നിരിക്കുന്നത് മിഡ് പോയിന്റ് പൊസിഷൻ 45 mm ബിലോ എമ്മും M dash 35 mm എബോവ്. ഒരു തിൻ പ്രൊജക്ടർ ലൈനിന് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ വരയ്ക്കുക. അത് ഏകദേശം ഒരു മിഡ് ലൈറ്റ് തന്നെ കൊണ്ടുവരിക. ഇനി ഇതിൽ M dash M മാർക്ക് ചെയ്യണം. 35 45 ആണ്. പോയിട്ട് ഇവിടെ M dash മാർക്ക് ചെയ്യുന്നു. M dash മാർക്ക് ചെയ്യുന്നു. 45 mm ബിലോ ആയിട്ടാണ് M കിട്ടുന്നത്. ഇവിടെ M കിട്ടും. ഇതിലൂടെ ഹൊറിസോണ്ടൽ ലൈൻ തിൻ ലൈൻ വരച്ചേക്കാം. XY ലൈന് പാരലായിരിക്കണേ. നമുക്ക് തന്നു. പിന്നെ തന്നിരിക്കുന്ന കാര്യം എന്താ? A 10 mm ഇൻ ഫ്രണ്ട് ഓഫ് EP. അപ്പോൾ 10 mm ബിലോ ആയിട്ട് നമുക്ക് A കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ അത് എവിടെയാണെന്ന് നമുക്കറിയില്ല. ജസ്റ്റ് ആ ലോക്കസ് വരച്ചേക്കാം. A വരാൻ സാധ്യതയുള്ള ആ ലൈൻ, അത് പ്രൊജക്ടർ ലൈൻ വരയ്ക്കുക. തന്നെ ഇവിടെയാണ് അത് വരുന്നത്, 10 mm ബിലോ. അതിലൂടെയും ഇതിന് പാരലായിട്ടൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ഈ ലൈനിൽ എവിടെയായിരിക്കും A വരാൻ സാധ്യത? ഇത് എയുടെ ഇവിടെ സൈഡിൽ ഞാൻ എഴുതുകയാണ്, കാരണം A എവിടെയാണ് ഫിക്സ് ആയിട്ടില്ല. ഈ ലൈനിൽ എവിടെയായിരിക്കും A വരാൻ സാധ്യത? ഇത്രയും ഡാറ്റ തന്നു. പിന്നെ എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? AB ലെങ്ത് 80 ആണെന്ന് തന്നു, A dash B dash ലെങ്ത് 70 ആണ് തന്നു. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇംഗ്ലിനേഷൻ ഒന്നല്ല തന്നിരിക്കുന്നത്. ഓക്കെ, മിഡ് പോയിന്റിന്റെ പ്രോബ്ലം ചെയ്ത് ഓർമ്മ ഉണ്ടോ? അത് ഞാൻ ജസ്റ്റ് റഫായിട്ട് ഒന്ന് ഒരു സൈഡിൽ ചെയ്തു. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ്. അതായത് XY ലൈൻ വരച്ചു, M dash M ലൊക്കേറ്റ് ചെയ്തു, റഫായി വരച്ച് നോക്കുന്നു. അവിടെ ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ടായിരുന്നു 30 ഡിഗ്രി. അപ്പോൾ ഇത് ട്രൂ ലെങ്ത് ആണ് എടുക്കേണ്ടത്. 80/2 40 എടുത്തു, ഇവിടെ 40 എടുത്തു. ഇത് B1 ഡാഷ് ആണ്, അതിൻ്റെ ടോപ്പ് വ്യൂ B1 കിട്ടി.
ഇങ്ങോട്ടേക്ക് 5 ഡിഗ്രി എടുത്തു. ഓക്കെ, 5 ഡിഗ്രി എടുത്തപ്പോൾ ഇവിടെ B2 കിട്ടി. അപ്പോൾ ഇവിടെ B കിട്ടി. B കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ B' കിട്ടി. B' ഈ പോയിന്റിലൂടെ ജോയിൻ ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുമ്പോൾ എന്താണ്, ഇവിടെ A' കിട്ടും. A' താഴെ A കിട്ടും. AMB ജോയിൻ ചെയ്തു. ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഇത് വരയ്ക്കാതെ ചെയ്യാൻ പറ്റും. ഞാൻ വരയ്ക്കാൻ കാരണം നമുക്കിവിടെ മനസ്സിലായിട്ടുണ്ട് AM ഈക്വൽ ടു MB ആണ്. അതായത് AM-ഉം MB-യും ഈക്വൽ ആണെന്ന് അറിയാം. നമുക്കിവിടെ AB-യുടെ ലെങ്ത് 80 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ AM-ന്റെ ലെങ്ത് 80/2 ആയിരിക്കുമല്ലോ. അപ്പോൾ AM-ന്റെ ലെങ്ത് 40 ആയിരിക്കും. ഓക്കെ, സോറി, AM ഈക്വൽ ടു AB അല്ല, AM ഈക്വൽ ടു എന്താണ്, MB ആണ്. MB, AM-ഉം MB-യും സെയിം ആണ് നമുക്ക് മനസ്സിലായിട്ട്. അതേപോലെ A', M' ഈക്വൽ ടു B', M', അത് ഹാഫ് ആയിട്ടാണ് കാണുന്നത്, മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം കിട്ടും. AB-യുടെ ലെങ്ത് 80 ആണെങ്കിൽ MA-യുടെ ലെങ്ത് എന്തായിരിക്കും, 80/2 which is equal to 40 ആയിരിക്കും. അപ്പോൾ നമുക്ക് എയുടെ ലോക്കസ് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ടല്ലോ. A 10 mm ഇൻഫ്രണ്ട് ആണ് തന്നിട്ടുണ്ടല്ലോ. A ഈ ലൈനിൽ എവിടെയാണ്, M അറിയാം, MA-യുടെ ലെങ്ത് അറിയാം. അപ്പോൾ MA 40 ഇവിടെ കട്ട് ചെയ്താൽ മതി. ഇവിടെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് നിയറർ ടു VP ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ A നിയറർ ടു VP എന്ന് പറയുമ്പോൾ നിയറർ ടു X ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 40 mm ഒരു ആർക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 40 mm ആർക്ക് കട്ട് ചെയ്യണമെങ്കിൽ ആർക്ക് കട്ട് ചെയ്യുന്ന പിൻ ആർക്കാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ കോമ്പോസ് എടുക്കുക. എനിക്ക് കോമ്പോസ് ഇല്ല, അതുകൊണ്ട് ഞാൻ 40 mm ഞാൻ ഈ സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്യണം, 40 mm കറസ്പോണ്ടിങ് ആയിട്ടുള്ള 40 mm ഈ പോയിന്റാണ് എനിക്ക് കിട്ടുന്നത്. ആർക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇങ്ങനെ വരുന്നത് നിങ്ങൾ വരയ്ക്കുമ്പോൾ എനിക്ക് ഞാൻ എടുത്തിരിക്കുന്ന സ്കെയിലിനനുസരിച്ചാണ് ഇത് വരുന്നത്. നിങ്ങൾക്ക് വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഒറിജിനൽ ലെങ്തിലൊന്നല്ല എടുത്തിരിക്കുന്നത്. 35 പകരം 70, 45 പകരം 90 ആണ് എടുത്തത്. കറക്റ്റാണ്. പിന്നെന്താണ്, 40 പകരം 80 തന്നെ എടുത്തു. ഇവിടെയാണ് പോയിന്റ് കിട്ടുന്നത്. ഈ പോയിന്റാണ് A കിട്ടിക്കഴിഞ്ഞാൽ AM തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കാൻ പറ്റും. AM ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബിയും കിട്ടും. ബിയുടെ ലെങ്ത്തും 40 തന്നെയായിരിക്കും. ഈ രണ്ട് ലെങ്ത്തും സെയിം ആയിരിക്കും. ഈ പോയിന്റ് ആണ് ബി കിട്ടിക്കഴിഞ്ഞാൽ ബിയുടെ ലോക്കസ് കിട്ടിയില്ലേ. ബിയുടെ ലോക്കസ് വരച്ചൂടെ. ഇതിന് പാരലൈറ്റ് തന്നെ വരയ്ക്കുക. കറക്റ്റ് പാരലൈറ്റ് തന്നെ വരയ്ക്കുക കേട്ടോ. ഇൻ ലൈൻ യൂസ് ചെയ്ത് ലോക്കസ് വരച്ചു. ബി കിട്ടി, എ കിട്ടി, എയുടെ ലോക്കസ് കിട്ടി. ഇനി ആൻസർ കിട്ടും. എ ഡാഷ് ഈ ലൈനിലായിരിക്കും എന്നറിയാം. എയും എ ഡാഷും സെയിം ലൈനിലായിരിക്കും. അങ്ങനല്ലേ, ഇവിടെ അങ്ങനല്ലേ, ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ സെയിം ലൈനിലല്ലേ. ഈ ലൈനിലായിരിക്കും. അതേപോലെ ബിയും ബി ഡാഷും സെയിം ലൈനിലായിരിക്കും. അപ്പോൾ ആ തിൻ ലൈൻ യൂസ് ചെയ്ത് ആ പ്രൊജക്ടർ അങ്ങ് വരച്ചേക്കുക. എവിടെയാണ് വരുന്നതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഇത്ര കിട്ടി. അപ്പോൾ നമുക്ക് മനസ്സിലായി. ഇനി എന്ത് ചെയ്താൽ മതി, ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത് 70 വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത് 70 ആണെങ്കിൽ എം ഡാഷ് എ ഡാഷിൻ്റെ ലെങ്ത് 35 ആയിരിക്കും. അപ്പോൾ ഇവിടെ 35 കട്ട് ചെയ്താൽ പോരെ. അപ്പോൾ ഇത്രയും കിട്ടിയ ആവേശത്തിൽ നമ്മൾ പെട്ടെന്ന് പോയിട്ട് 35 ഇവിടെ കട്ട് ചെയ്യും, 35 ഇവിടെ കട്ട് ചെയ്യും. 35 ഇവിടെ കട്ട് ചെയ്യും, 35 ഇവിടെ കട്ട് ചെയ്ത് വരയ്ക്കും, തെറ്റിപ്പോകും. എന്തുകൊണ്ടാണ് തെറ്റിപ്പോയത്? അവിടെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതെല്ലാം വിട്ടുപോകും. എന്താ, ബി ഈസ് നിയറർ ടു HP. ബി ആണ് നിയറർ ടു HP. നമുക്ക് 35 ഈ ഡയറക്ഷനിൽ ഇംഗ്ലീഷ് എടുക്കാം, ഈ ഡയറക്ഷനിൽ എടുത്തൂടെ. ഇവിടെ ഞാൻ 30 ഡിഗ്രി ഇങ്ങോട്ടേക്ക് എടുത്തവർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുത്തൂടെ. ബി ഈസ് നിയറർ ടു HP, ബി ഈസ് നിയറർ ടു HP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലത്തിൽ അങ്ങനെ ഒരു കണ്ടീഷൻ തന്നത് കൊണ്ട് മാത്രം
തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 35 എടുത്തിട്ട് ഈ ലൈൻ വരച്ച് കഴിഞ്ഞാൽ ആൻസർ കിട്ടി കഴിഞ്ഞു. ഓക്കെ, അതല്ല ഇവിടെ ബി നിയറർ ടു എച്ച് പി എന്ന് തന്നു. ബി നിയറർ ടു എച്ച് പി എന്ന് തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എച്ച് പിക്ക്, അതായത് എക്സ് വൈ ലൈന് നിയർ ആയിട്ട് ബി കിട്ടണം. ഓക്കെ, അത് ഞാൻ ലൈൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഫോർ എക്സാമ്പിൾ ഇതാണ് ലൈൻ കൺസിഡർ ചെയ്യുക. ഇത് ഇങ്ങനെയാണ് എ, ഇതാണ് ബി എടുക്കുന്നതെങ്കിൽ എ ആണ് നിയറർ ടു എച്ച് പി. ലൈൻ എ നിയറർ ടു ഇതേ എടുത്തു, എ നിയറർ ടു വി പി, എ നിയറർ ടു വി പി, ബി അവേ ഫ്രം വി പി, അതിവിടെ ശരിയാണ്. ഇനി ഇൻക്ലൈൻഡ് ബോത്ത് എച്ച് പി ആൻഡ് വി പി ആകുമ്പോൾ ബി നിയറർ ടു എച്ച് പി എന്ന് പറയുന്നത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ബി അല്ല എ ആണ് നിയറർ ടു എച്ച് പി, സോറി എച്ച് പി ആയിട്ടുള്ളത്, എച്ച് പി എക്ക് നിയർ ആയിട്ട് എ ആണുള്ളത് ബി ആണ്, അപ്പോൾ ബി എവേ ആണ്. അപ്പോൾ ഈ മിഡ് പോയിന്റ് അബൌട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ എടുക്കണം, അതായത് എ നിയറർ ടു വി പി, ബി നിയറർ ടു എച്ച് പി, ഇങ്ങനെ ഇതാണ് വേണ്ടത്. ഇത് എ നിയറർ ടു എച്ച് വി പി, ബി നിയറർ ടു എച്ച് പി. ഇത് പറഞ്ഞു വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിങ്ങനെ ഇമാജിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ നോക്കിയാൽ മതി. ബി നിയർ ടു എച്ച് പി ആകണമെങ്കിൽ ബി ഇവിടെ വരണം. ബി ഇവിടെ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 35, അതായത് 35 കോമ്പോസിൽ എടുക്കുക. ഓക്കെ, കോമ്പോസിൽ എടുത്തിട്ട് ഈ ലൈനിലേക്ക് കട്ട് ചെയ്യണം. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യണം. ഇങ്ങനെ കട്ട് ചെയ്യണം. ഞാൻ വരച്ചതിൽ ഇത് ലൈനിൽ പ്രശ്നമുണ്ട്. കറക്റ്റ് എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ കിട്ടില്ലേ? അപ്പോൾ 35 എടുക്കേണ്ടത് ഇങ്ങനെയാണ്. ഇങ്ങനെ വരയ്ക്കണം. ഇതാണ് ഫ്രണ്ട് വ്യൂ വരിക. അപ്പോൾ എ നിയറർ ടു എച്ച് പി ആയിരിക്കും, സോറി ബി നിയറർ ടു എച്ച് പി ആയിരിക്കും. ഇവിടെ ബി ഡാഷ്, ഇവിടെ എ ഡാഷ്. ഇതാണ് ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ. എ ഡാഷ് ബി ഡാഷും എ ബിയും വരച്ചു കഴിഞ്ഞു. ഇനി നമ്മളോട് ഇതോടെ ഓടിച്ചാടി നിർത്തി ഡയമെൻഷൻ ചെയ്ത് പോകരുത്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഫൈൻഡ് ട്രൂ ലെങ്ത് ആൻഡ് ട്രൂ ഇൻക്ലിനേഷൻ തീറ്റ ഫൈ കാണണം, റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് രീതി ചെയ്യാം. നമ്മളത് തന്നെ ഫോളോ ചെയ്യാം, അതാണ് നമുക്ക് നല്ലത്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ചെയ്ത സ്ഥിതിക്ക് ഇനി കൺഫ്യൂഷൻ വരുന്നൊരു ഏരിയ ആണ്. എ ഡാഷിൻ്റെയും ലോക്കസ് വരയ്ക്കുക, അതേപോലെ ബി ഡാഷിൻ്റെയും ലോക്കസ് വരയ്ക്കുക. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് ട്രൂ ലെങ്ത് ഫൈൻഡ് ചെയ്യണം. ഒന്നുകിൽ റൊട്ടേറ്റിംഗ് പ്ലെയിൻ മെത്തേഡ് യൂസ് ചെയ്യുക. റൊട്ടേറ്റിംഗ് പ്ലെയിൻ മെത്തേഡ് ഇവിടുന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുക, ഇവിടുന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുക, എക്സ് ലൈൻ എയിലേക്കും എക്സ് ലൈൻ ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്ത് ട്രൂ ലെങ്തും ട്രൂ ഇൻക്ലിനേഷൻ കാണുക. അതേപോലെ ഇവിടെയും ചെയ്യാം. അങ്ങനെ ചെയ്യാം, മിക്സ് ചെയ്ത് ചെയ്യാം. റൊട്ടേറ്റിംഗ് ലൈനും പ്ലെയിനും മിക്സ് ചെയ്ത് ചെയ്യാം. അല്ലെങ്കിൽ നേരത്തെ നമ്മളിത് മിഡ് പോയിന്റ് അബൌട്ട് അല്ലേ, അപ്പം മിഡ് പോയിന്റ് അബൌട്ട് തന്നെ റൊട്ടേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എൻ്റെ എ കിട്ടി, നമുക്ക് ട്രൂ ലെങ്ത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയല്ലേ, എൻ്റെ എക്ക് അബൌട്ടും ചെയ്യാം. നമുക്ക് മിഡ് പോയിന്റ് അബൌട്ട് തന്നെ ചെയ്യാം. അതായത് നമ്മൾ ഈ ഒരു എം ഡാഷ് ബി ഡാഷിനെ മാത്രമാണ് എടുക്കുന്നതെങ്കിൽ ഈ എം ഡാഷ് ബി ഡാഷിനെ റൊട്ടേറ്റ് ചെയ്ത് എന്ത് ചെയ്യും? എക്സ് വൈ ലൈന് പാരലാക്കും. റൊട്ടേറ്റ് ചെയ്ത് എക്സ് വൈ ലൈന് പാരലാക്കും. ഈ റൊട്ടേഷൻ, ഈ പോയിന്റ് ആണ് B1 ഡാഷ്. B1 ഡാഷ് ടോപ്പ് വ്യൂ എവിടെ കിട്ടും? ഇവിടെ കിട്ടും. അപ്പോൾ MB1 ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഇവിടെ ചെയ്ത് നോക്കുക, കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ഇതാണ്. ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് എക്സ് വൈ ലൈന് പാരലാക്കിയാൽ ഇവിടെ കിട്ടുന്ന ഇതാണ് B2. അതേപോലെ B2 ഡാഷ് എന്ന് കൊടുത്തു, പേരെന്ത് വേണമെങ്കിൽ കൊടുക്കാം, നമുക്ക് കുഴപ്പമില്ല. ഇതിന് പ്രത്യേകിച്ച് പേര് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം B1 ആണ് നമുക്കിനി വരയ്ക്കാൻ പോകേണ്ടത്. അല്ലെങ്കിൽ ഇതിനെ മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ പാരലാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് AB2 വരയ്ക്കാം. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൊജക്ഷൻ ഇതായിരിക്കും B2. B2 കിട്ടിക്കഴിഞ്ഞാൽ B2 M ജോയിൻ ചെയ്യുക, എയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇത് രണ്ട് ഈക്വൽ ആയിരിക്കും. ഇതാണ് എ, ഇത് എ,
2 ആയിരിക്കും. ഈ A2 B2 ആണ് ട്രൂ ലെങ്ത്. അപ്പോൾ A2 B2 ഈക്വൽ ടു മെഷർ ചെയ്യുക, അതിൻ്റെ ആൻസർ എഴുതുക. ഈ ഇൻക്ലിനേഷൻ വിത്ത് VP5. അപ്പോൾ 5 ഈക്വൽ ടു മെഷർ ചെയ്തത്. അപ്പോൾ ട്രൂ ലെങ്ത് ആൻഡ് ട്രൂ ഇൻക്ലിനേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി ഇൻക്ലിനേഷൻ വിത്ത് തീറ്റ ഇവിടെ ഫൈൻഡ് ചെയ്യണം. തീറ്റ ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഈ ലെങ്ത് എത്രയാണ്? ഫോർ എക്സാമ്പിൾ ഇത് 90 കിട്ടിയെന്ന് കരുതുക. 90 ആണെങ്കിൽ 45 ഇങ്ങോട്ടേക്ക് എടുക്കുക, ഇങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയി കട്ട് ചെയ്യുക, എന്നിട്ട് ഈ ലൈൻ വരയ്ക്കുക. അല്ലെങ്കിൽ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇതായിരിക്കും A1 ഡാഷും B1 ഡാഷും ഇത് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. തീറ്റ ഈക്വൽ ടു ഇവിടെ ആൻസർ എഴുതുക. ഇതാണ് ഇതിൻ്റെ ആൻസർ. അതിന് ഡയമെൻഷൻ ചെയ്യണം. ഡയമെൻഷൻ ചെയ്യുമ്പോൾ ഗിവൺ ഡാറ്റാസ് ഇത് എത്രയാണ്? 10 mm. ഇത് എത്രയാണ്? 45. ഇത് അല്ല, സോറി, ഇവിടെ വരെ ലെങ്താണ് 45. അത് ക്രോസ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഡയമെൻഷൻ ചെയ്യാൻ പാടില്ല. അതിനെ ഇവിടെ ഡയമെൻഷൻ ചെയ്യാം. ഇത് 45, ഇത് 35. പിന്നെ തന്നിരിക്കുന്നത് ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത്, അത് ഡയമെൻഷൻ ചെയ്യണം. ഇതിന് പെർപെൻഡിക്കുലർ വരയ്ക്കുക, ഇവിടെ 70 ടോപ്പ് വ്യൂയുടെ ലെങ്ത്. ഇതിന് പെർപെൻഡിക്കുലർ വരയ്ക്കുക, ഇവിടെ 80. ഇങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യും. ഇതാണ് ആ ലൈനിൻ്റെ പ്രൊജക്ഷൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആയിരുന്നു. വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇത് കംപ്ലീറ്റ് ആയിട്ട് ശരിയാക്കിയതായിട്ട് ഞാൻ വാല്യൂ ചെയ്ത പേപ്പറിൽ കണ്ടിട്ടുള്ളൂ. കാരണം ഇത് തന്നെയാണ് ഇവിടെ വെച്ചാണ് പലരുടെയും തെറ്റിയത്. ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് ഇത് വിട്ടുപോകുന്നതാണ്, ഇത് അറിയാത്തത് കൊണ്ടല്ല. അതുകൊണ്ട് പ്രോബ്ലം 1-2 പ്രാവശ്യം ശ്രദ്ധിച്ച് വായിച്ചിട്ട് മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. ലൈനിൻ്റെ പ്രോബ്ലത്തിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്.